ഇവിടെ ഭരിക്കുന്ന ആളുകൾ കാണിച്ചിട്ടുണ്ട്. റൈഡ് ഫണ്ടിന്റെ കാര്യം ഇവിടെ പ്രദേശ കൗൺസിലറെ അവഗണിച്ചിട്ടാണ് 4 കോടി രൂപ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വികസന സെമിനാറിൽ നിന്ന് ഇറങ്ങി പോവാണ്. വികസന വിരോധികളാണ് ഈ സൈസ് വർത്താനം പറയുക. ഓരോ ഘട്ടത്തിലും നഗരസഭ ഓരോ പ്രദേശത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനം വളരെ കൃത്യമായ രീതിയിൽ ഓരോ ഗ്രാമസഭയിൽ കൂടിയതിനു ശേഷം ഇന്ദ്രകണ്ടി ഓഫീസർമാരെ യോഗം ചേർത്ത് വർദ്ധിക്കുന്നു. ഇവ ഒരു സാധനവും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. വികസന വിരോധികളായിട്ടുള്ള വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്ന വികസന സെമിനാറിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. വികസന സെമിനാറിൽ ഉൾപ്പെടുത്തേണ്ട പദ്ധതികൾ നഗരസഭാ യോഗത്തിൽ വെച്ച് കരട് പ്രമേയത്തിൽ പാസാക്കാതെയാണ് വികസന സെമിനാറിൽ പദ്ധതികൾ അവതരിപ്പിച്ചതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് PN വൈശാഖ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു. പ്രിയമുള്ളവരെ, വടക്കാഞ്ചേരിയുടെ സമഗ്ര മേഖലയിലും തകർത്ത് തരിപ്പണമാക്കിയ ഒരു നഗരസഭയാണ് ഇന്ന് വീണ്ടും അടുത്തൊരു ഉടായ്പായിട്ട് വികസന സെമിനാർ എന്ന് പറഞ്ഞ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. വികസന സെമിനാറിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് വികസന രേഖ, നയരേഖ അത് കൗൺസിലിൽ വെച്ച് കരട് പാസ്സാക്കണം. ആ പ്രവൃത്തി ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങളൊക്കെ ഇവിടുത്തെ പ്രതിപക്ഷ കൗൺസിലർമാരാണ്. ഇവിടെ കൗൺസിലിൽ വെച്ച് കൃത്യമായി ഈ പദ്ധതി രേഖ വിശദീകരിക്കണം. അതുപോലും തയ്യാറല്ലാതെ കഴിഞ്ഞ ദിവസം ടൈറ്റ് ഫണ്ട് 4.5 കോടി രൂപ ഈ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷ കൗൺസിലർമാർക്ക് വളരെ നാമമായ തുക മാത്രം 20-25 ലക്ഷം രൂപ മാത്രം പ്രതിപക്ഷ കൗൺസിലർമാരുടെ ഡിവിഷനിലേക്ക് തരും. മറ്റു തുക മുഴുവൻ ഇവിടെ ഭരിക്കുന്ന ആളുകൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ മേഖലകളിലേക്ക് കൊടുക്കുന്ന ഒരു സമീപനമാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ ചെയർമാൻ്റെയും വൈസ് ചെയർമാൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. വൈസ് ചെയർമാനാണ് ഇപ്പോൾ ചെയർമാനായി ആക്ട് ചെയ്യുന്നത്. ചെയർമാന് സംസാരിക്കാൻ പോലും ഇവിടെ അവകാശമില്ല. വൈസ് ചെയർമാനാണ് എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയുന്നത്. ഇങ്ങനെ ഒരു എരണം കെട്ട് നാണം കെട്ട നഗരസഭാ ഭരണത്തിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് വികസന സെമിനാറിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. പ്രതിപക്ഷ കൗൺസിലർമാർക്കുള്ള വിഹിതങ്ങൾ ഏറെ കുറവാണെന്നും ഭരണപക്ഷത്തുള്ള കൗൺസിലർമാർക്ക് കൂടുതൽ ആനുകൂല്യം നൽകിയെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന സെമിനാറിൽ നിന്ന് ഞങ്ങൾ ബഹിഷ്കരിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ശ്രീ വൈശാഖ് സൂചിപ്പിച്ചു. തികച്ചും പ്രതിപക്ഷ ബഹുമാനമില്ലാതെ പ്രതിപക്ഷങ്ങളോട് കാര്യമായ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കാതെ ഏകപക്ഷീയമായ എടുത്ത തീരുമാനത്തിനെതിരെയാണ് UDFിൻ്റെ നേതൃത്വത്തിലുള്ള ബഹിഷ്കരണം ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടത്. യാദൃശ്ചികമാണ്. ഇന്നലെ വൈകിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു വികസന സെമിനാർ ഉണ്ട് എന്ന ഒരു മെസ്സേജ് ലഭിക്കുന്നത്. നഗരസഭയുടെ ജനറൽ കൗൺസിൽ യോഗങ്ങളിൽ പോലും കാര്യമായ ചർച്ചകളില്ലാതെ, വാർഡ് സഭകളിൽ എന്താണ് ചർച്ച ചെയ്യപ്പെടാതെ, എന്താണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഒന്നും തന്നെ ചർച്ച ചെയ്യപ്പെടാതെ സ്വന്തം ഇഷ്ടത്തിന്, സ്വന്തം താല്പര്യത്തിന്, നഗരസഭയുടെ ഭരണകക്ഷികളുടെ താല്പര്യത്തിന് അനുസരിച്ച്, ഇംഗിതത്തിനനുസരിച്ചുള്ള ഒരു വികസന സെമിനാർ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ വികസന സെമിനാറിൽ നിന്ന് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ഞാൻ സൂചിപ്പിച്ചത് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ്. അപ്പോൾ വടക്കാഞ്ചേരിയുടെ വികസന സെമിനാറിൽ MLAയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് കഴിയുന്ന ശേഷം ഞങ്ങൾ ബഹിഷ്കരിക്കാമെന്നതുകൊണ്ടാണ് ഞങ്ങൾ വഴുകിയത്. ആ പ്രസംഗത്തിൽ തന്നെ ഒരു നഗരസഭയുമായി ബന്ധപ്പെട്ട വിഷയമാണോ ആ ബഹുമാനായ MLA ഇതിലെ വികസന സെമിനാറിൽ പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു രാഷ്ട്രീയ സ്റ്റണ്ട്, ഒരു തിരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് ആ ആമുഖമോ ഉദ്ഘാടന പ്രസംഗവും നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ആ പദ്ധതികളെക്കുറിച്ച്, നടപ്പിലാകാത്ത പദ്ധതികളെക്കുറിച്ച്, മുന്നേ നടപ്പിലാക്കി തടസ്സം ചെയ്ത പദ്ധതികളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങളിവിടെ പറയാനായിരിക്കും. വടക്കാഞ്ചേരി നഗരസഭയിലെ UDFിൻ്റെ കൗൺസിലർമാരുമായി ആലോചിക്കാതെ അവരുടെ തോന്നിവാസത്തിന് കൂട്ടുനിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നതുകൊണ്ടാണ് ഈ ബഹിഷ്കരണവുമായി മുന്നോട്ട് പോകുന്നത്. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുമോ? ഫുള്ളിരുട്ട. ദാ ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447 13
2148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്